മോനെ. ഞാൻ തോറ്റു കൊടുക്കുന്നൊന്നുമല്ല, നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കണ്ടെന്ന് കരുതി. അതാ വീണ്ടും വന്നത്. അമ്മയുടെ രജനീച്ചയുടെ മുന്നില് ഞാനങ്ങ് നാണം കെട്ട് നിൽക്കുക. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് പറയുമല്ലോ, അതേ അവസ്ഥയിലാണ് അവളിപ്പോ. തോന്നുന്ന പോലെ അങ്ങ് ഇറങ്ങിപ്പോവുക, തോന്നുന്നു ചെയ്യുക. മോൻ കേറിയിരിക്കേ. ഇല്ലമ്മേ, ഇരിക്കുന്നില്ല. ദേവിയെ വിളിക്ക്, ഞങ്ങൾ ഇറങ്ങാം. മോനെ. ഇല്ലമ്മേ, ഇനിയിപ്പോ ചോദ്യം തർക്കമൊന്നുമില്ല. ഞങ്ങളങ്ങ് ഇറങ്ങാം. ഇനിയിപ്പോ അവളോട് ക്ഷമ പറയണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അമ്മ അവളെ വിളിക്കേ. നന്ദേട്ടൻ കയറിയിരിക്കെ. ഇല്ല മോളെ, കേറുന്നില്ല. മോനെ, അവളിവിടെ ഇല്ല. എന്താ? നന്ദേട്ടാ, ചേച്ചി കുറച്ചു നേരത്തെ പുറത്തേക്ക് പോയി. എവിടെ? വീട്ടിലേക്കാണോ? ചന്ദ്രൂത്തേക്കാണെന്ന് തോന്നുന്നില്ല. ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോ ഏതെങ്കിലും കൂട്ടുകാരികളെ കാണാൻ പോയതായിരിക്കും മോനെ. കൂട്ടുകാരിയോ? ഏത് കൂട്ടുകാരി? അവക്ക് ഇവിടെ 1-2 കൂട്ടുകാരികളെ ഉള്ളൂ. അവരെനിക്ക് അറിയാൻ ചെയ്യാം. നന്ദേട്ടൻ ചേച്ചി ഒന്ന് വിളിക്കാവോ? പോയി പണി നോക്ക്. എവിടെന്ന് വെച്ചാൽ കറങ്ങിക്കോട്ടെ. ഇന്നലെ എന്റെ പിറകെ വന്ന് വിളിച്ചാലെന്ന് കരുതി പാവം തോന്നി വന്നതാ. അപ്പൊ അവൾ ഇവിടെ ഇല്ല. അപ്പോ അവള് കരുതിക്കൂട്ടി തന്നെയാ ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാനിത്ര മണ്ടനായി പോയല്ലോ. മോനെ, എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ടുണ്ടാവും. പിന്നെ പ്രധാനമന്ത്രിയായിട്ട് മീറ്റിംഗ് അല്ലേ? ഒരത്യാവശ്യം. എന്നെ പറ്റിക്കാവള്. നന്ദേട്ടാ, അങ്ങനെയൊന്നും പറയാതെ. പിന്നല്ലാതെ ഈ ലോകത്ത് അവക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിരുന്നതാ. ഇപ്പൊ ഞാൻ അറിയാതെ മറ്റൊരാളെ, അതിന് കൂട്ടുകാരിയോ ബന്ധുക്കളോ ആരും ആയിക്കോട്ടെ, ഒന്ന് പറയാതെ പോയെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവളുടെ ജീവിതത്തില് എനിക്കുള്ള സ്ഥാനം കുറയുന്നു. അങ്ങനെയൊന്നും അല്ല നന്ദേട്ടാ. നന്ദേട്ടൻ പറഞ്ഞ പോലെ നന്ദേട്ടൻ കഴിഞ്ഞേ ചേച്ചിക്ക് ആരുള്ളൂ. ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി ശാരി എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ശരി, എനിക്ക് കാര്യങ്ങൾ പച്ചവെള്ളം പോലെ മനസ്സിലായിരിക്കുന്നു. എന്നെ അവക്ക് വേണ്ടാതായിരിക്കുന്നു. അയ്യോ മോനെ. അതിരിക്കട്ടെ, അവൾ ആരെ കാണാൻ പോയെന്ന് നിങ്ങളോടും പറഞ്ഞില്ലേ? ആരെ കാണാനാണെന്ന് പറഞ്ഞില്ല. അതായത് നിങ്ങളോട് പോലും അവള് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു അല്ലേ? അങ്ങനല്ലേ? നിങ്ങളുടെ മുമ്പിലും ഞാനിപ്പോ നാണം കെട്ട് നിൽക്കുക. എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നുന്നു. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. മോനെ, മോനിപ്പോ പൊയ്ക്കോ. അവള് വരട്ടെ, അവളെ കൊണ്ട് ഞാൻ വിളിപ്പിക്കാം. ഇല്ല, എന്തായാലും 2-1 അറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. മോള് പോയി ചേച്ചിയൊന്ന് വിളിച്ചേ. മോനെ, വാ, അകത്ത് കയറിയിരിക്കെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ
ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.